പ്രകൃതി ഒരുക്കിയിരിക്കുന്ന രമണീയ സായാഹ്ന പൂമുഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കവിഗന്ധർവൻ ശ്രീ വയലാർ രാമവർമ്മയെക്കുറിച്ച് എത്ര മൊഴിഞ്ഞാലും മതി വരില്ല, അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രണയഗീതങ്ങൾ അത്രയ്ക്ക് സ്വാദിഷ്ടമാണ്. നറുനെയ്യിൻ്റെ ശുദ്ധഗന്ധമാണതിന്. പ്രപഞ്ചത്തിൽ എന്തൊക്കെ വിജ്ഞാനമുണ്ടോ അതെല്ലാം ഗാനത്തിൽ പരിഭാഷപ്പെടുത്തി സരളമധുരമായി നമ്മിലേക്ക് എത്തിച്ചേരുന്ന സ്നേഹദൂതനാണ് വയലാർ. ശരിയല്ലേ? പ്രശസ്ത സാഹിത്യകാരനും IAS ഉദ്യോഗസ്ഥനുമായിരുന്ന ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച ഗായത്രി എന്ന ചിത്രത്തിൽ ദേവരാജൻ മാസ്റ്റർ ഈണം നൽകി ഗാനഗന്ധർവൻ യേശുദാസ് ആലപിച്ച ഭക്തിയും പ്രണയവും ഇഴചേർന്ന ഒരു ഗാനത്തിൻ്റെ അന്തർത്തളങ്ങളിലേക്ക് ഇന്ന് നമ്മൾ ചുവടുവെക്കുകയാണ്. ഈ ചിത്രത്തിൽ മലയാള സിനിമയിൽ ധാരാളം വേഷം അഭിനയിച്ച് പ്രതിഭ തെളിയിച്ച ശ്രീ രാഘവൻ നായകനും നായികയായി മലയാള സിനിമയിൽ മൃണാളിനി എന്ന് വിശേഷിപ്പിക്കാവുന്ന ജയഭാരതിയും വേഷമിടുന്നു. കേരളത്തിൽ വന്നു താമസമാക്കിയ തമിഴ് ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഈ തമിഴ് ബ്രാഹ്മണ സമൂഹം കേരളത്തിൽ വന്ന അവർക്ക് പറയുന്ന പേരാണ് അയ്യർ സമൂഹം എന്ന് പറയും. അങ്ങനെയുള്ള അയ്യർ ഫാമിലിയുടെ കഥ പറയുന്നതാണ് ഈ ചിത്രം. അഗ്രഹാരത്തിലെ അങ്കലാവണ്യവതിയായ പ്രിയതമയുടെ യുവത്വം തുളുമ്പി നിൽക്കുന്ന മാദകത്വം വിഭിന്ന സന്ദർഭങ്ങളിൽ നഗ്നനേത്രങ്ങളാൽ കണ്ട് മനസ്സിൽ രുചിച്ച് ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്ത ആ സൗന്ദര്യ ദർശനം തൻ്റെ അടുത്തെത്തിയ പ്രിയതമയ്ക്ക് ഹൃദയോദ്ഗാരമായി പ്രിയതമൻ വർണ്ണിക്കുന്നതാണ് ഗാനത്തിൻ്റെ പശ്ചാത്തലം. ഇതിൽ ആദ്യ ദർശനത്തിൽ വിരിഞ്ഞ അനുഭൂതിദായകമായ വർണ്ണനയാണ് പല്ലവിയിൽ. നമുക്ക് പല്ലവി നോക്കാം. എന്താണ് പല്ലവി? ഓക്കെ. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. തങ്കത്തളികയിൽ പൊങ്കൽ ചില അവിടെ തമിഴ് മാസമായ തൈമാസത്തിലെ തൈപ്പൂയ ഉത്സവത്തിൽ തങ്കത്തളികയിൽ പൊങ്കലുമായി കടന്നു വരുന്ന അയ്യർ പെൺകുട്ടിയെ കണ്ടിട്ട് നമ്മുടെ പ്രിയതമൻ ചോദിക്കുകയാണെന്ത്? നിന്റെ അരഞ്ഞാണച്ചരടിയിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനഘമന്ത്രമുണ്ടോ? കണ്ടോ? ചോദിക്കുകയാണ്. നമ്മൾ ചോദിക്കേണ്ടത് നിന്റെ അരഞ്ഞാണച്ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന, അല്ല പുരുഷ ഹൃദയങ്ങളെ മയക്കുന്ന മന്ത്രം എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ഈ അയ്യങ്കാർ ഫാമിലിയിലെ അല്ലെങ്കിൽ അയ്യങ്കാർ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണ പെൺകുട്ടിയോട് പ്രീതമൻ ചോദിക്കുകയാണ് പല്ലവിയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നയനാമൃത സംഗമത്താൽ പൂത്ത പ്രണയം അനുപല്ലവിയിലും രണ്ട് ചരണത്തിലേക്കും ചുവടുവെക്കുമ്പോൾ പ്രണയപൂരമായി മാറുന്ന കാഴ്ചയാണ് കവി വർണ്ണിക്കുന്നത്. അത് മനോഹരമാണ്. നമുക്ക് അനുപല്ലവിയിലേക്ക് വന്നാൽ നമുക്ക് നോക്കാം. മുങ്ങിപ്പിഴിയാത്ത ചേലയും ചുറ്റി നീ മുടിയുലമ്പിക്കൊണ്ടു നിന്നപ്പോളിന്നു മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോൾ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴ താമരയായിരുന്നു. കടവിൽ വന്നൊരു നുള്ളു തരാനെൻ്റെ കൈ തരിച്ചു. ഇതനുപോലെ വെച്ചാൽ പത്മതീർത്ഥത്തിൽ ക്ഷേത്രക്കുളമാണത്. ക്ഷേത്രക്കുളത്തിൽ ഈ ചേലയെല്ലാം ചുറ്റിയിട്ട് നമ്മുടെ ഈ തമ്പുരാട്ടി പെൺകുട്ടി നീരാട്ടിനായിട്ട് മെല്ലെ ഇങ്ങനെ എത്തിയ പ്രിയതമ തമ്പുരാട്ടി ഇങ്ങനെ തലയിൽ തേച്ച എണ്ണയെല്ലാം ശരിക്കും മുടി ഇങ്ങനെ നിർത്തിയിട്ട് മുടി ഉലമ്പിക്കൊണ്ട്, ഉലമ്പാന്ന് വെച്ചാൽ വിതിർക്കുക ഒന്ന് ശരിക്കും വിതിർത്തിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് ഈ മുഖം ഉയർത്താതെ മുഖം കുനിഞ്ഞുകൊണ്ട് ഇങ്ങനെ മുങ്ങുന്ന കാഴ്ച കണ്ട്, ആ പത്മതീർത്ഥത്തിൽ മുങ്ങുന്ന കാഴ്ച കണ്ട് അവളുടെ മുഖം പത്മതീർത്ഥത്തിലെ
പാതി വിരിഞ്ഞ പവിഴ താമരയ്ക്ക് സമാനമായി പ്രിയതമൻ കാണുകയും ആ സൗന്ദര്യ ദർശനം കണ്ട് തൻ്റെ തമ്പുരാട്ടിയുടെ അരികിൽ എത്തി ലാളനയാൽ ഒരു നുള്ളു കൊടുക്കാൻ ഹൃദയാഭിനിവേശത്താൽ പ്രിയതമൻ്റെ കൈ തരിക്കുകയായിരുന്നു. ഇതാണ് അനുപല്ലവി. ഈ പാട്ടിൽ 2 ചരണമുണ്ട്. ആദ്യ ചരണത്തിലേക്ക് എത്തുമ്പോൾ കുറേയും കൂടി അതിമനോഹരമാണ്. നമുക്ക് ആദ്യ ചരണം നോക്കാം. എന്താണ്? പുലരി പോവുക മുറ്റത്തു കാലത്ത് പുറം തിരിഞ്ഞിന്നു നീ നിന്നപ്പോൾ നീ അരിപ്പൊടിക്കോലങ്ങൾ എഴുതുമ്പോൾ അഗ്രഹാരത്തിലെ ആരും കൊതിക്കുന്നോ രഴകിൻ വിഗ്രഹമായിരുന്നു. അരികിൽ വന്നൊരു പൊട്ടുകുത്താൻ ഞാൻ ആഗ്രഹിച്ചു. നമ്മൾ നോക്കിയാൽ ഈ അഗ്രഹാരത്തിൽ പോയി കഴിഞ്ഞാൽ ഈ പുലർക്കാലത്തിൽ സൂര്യോദയ സമയത്ത് ഈ പ്രത്യേകിച്ചും അഗ്രഹാരങ്ങളിലും തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഈ സൂര്യോദയത്തോടു കൂടി കോലമിടുന്നത് അവരുടെ ഒരു സംസ്കാരമാണ്. ഇപ്പോൾ പുലരിയിൽ കോലങ്ങൾ വരയ്ക്കുന്നത് ശരീരത്തിന് നല്ല വ്യായാമമാണ്. അതുകൂടാതെ ഒരു പുലരിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നതിൻ്റെ പ്രതീകം കൂടിയാണത്. ഇതിനെ കാണാം. പിന്നെ കൂടാതെ ഈ ഉറുമ്പുകൾ, പക്ഷികൾ, ചെറുപ്രാണികൾക്കെല്ലാം ഈ അരിപ്പൊടി അന്നമായിട്ട് മാറല്ലേ. അപ്പോൾ ഇതൊരു വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു സ്നേഹഭാവത്തെ നമ്മൾ ഈ പ്രകൃതിയിൽ ഏറ്റവും ചെറുജീവികൾ അല്ലേ നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ ഒരു പ്രധാന പ്രതീകമായിട്ട് മാറല്ലേ ഈ അരിപ്പൊടി കോലങ്ങൾ ഇടുന്നതുകൊണ്ട് അല്ലേ. അപ്പോൾ തൻ്റെ പ്രിയതമയിൽ കണ്ട മറ്റൊരു സൗന്ദര്യ ദർശനം വർണ്ണിക്കുകയാണ് ആദ്യ ചരണത്തിൽ. പുലരിയിൽ പൂമുഖമുറ്റത്ത് പുറം തിരിഞ്ഞു നിന്ന് അരിപ്പൊടി കോലങ്ങൾ എഴുതുന്ന തൻ്റെ പ്രിയതമയെ കണ്ടപ്പോൾ അഗ്രഹാരത്തിലെ ആരും കൊതിക്കുന്ന അഴകിൻ്റെ തമ്പുരാട്ടിയായി പ്രിയതമന് തോന്നുകയും ഇത് കണ്ട് തമ്പുരാട്ടിയുടെ അരികിൽ ചെന്ന് ഒരു പൊട്ടുകുത്താൻ ഹൃദയത്തിൻ്റെ അഭിനിവേശത്താൽ പ്രിയതമൻ ആഗ്രഹിച്ചു പോകുകയാണ്. ഇതാണ് ആദ്യ ചരണം. ഇനി നമ്മൾ രണ്ടാം ചരണത്തിലേക്ക് വരുമ്പോൾ അതും കുറേയും കൂടി രമണീയമാണ്. നമുക്ക് നോക്കാം. തുളുമ്പും പാൽക്കൂടം അരയിൽ വെച്ചു നീ തൊടിയിലെ കാകിയായി വന്നപ്പോൾ നിന്റെ ചൊടികളിൽ കുങ്കുമം കുതിരുമ്പോൾ നിത്യരോമാഞ്ചങ്ങൾ കുത്തുന്ന കുമ്പിളിൽ നിറയെ ദാഹങ്ങൾ ആയിരുന്നു. ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു നിന്നു. ഇതൊരു മനോഹരമാണ്. നോക്കൂ, ഈ തുളുമ്പും പാൽക്കുടം അരയിൽ വെച്ചു നീ എന്നുള്ളത് ഒരു മെറ്റഫറാണ്. മെറ്റഫർ എന്ന് വെച്ചാൽ മലയാളത്തിലെ രൂപകം എന്ന് പറയും. രൂപകം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നിനെ നമ്മൾ മറ്റൊന്നായിട്ട് സങ്കല്പിക്കുക, അതിനാണ് രൂപകം എന്ന് പറയുന്നത്. ഇവിടെ തുളുമ്പും പാൽക്കുടം എന്ന് പറഞ്ഞാൽ ഈ തമ്പുരാട്ടിയുടെ തുളുമ്പുന്ന യൗവനത്തെയാണ് കവി സൂചിപ്പിക്കുന്നതാണ് തുളുമ്പും പാൽക്കുടം. തുളുമ്പും പാൽക്കുടം ഒരു പാത്രം വെച്ചേക്കല്ല, അവിടെ തമ്പുരാട്ടിയുടെ തുളുമ്പുന്ന യൗവനത്തെയും വടിവൊത്ത അല്ലേ വടിവൊത്ത അരക്കെട്ടിനെയും രൂപകൽപ്പന ചെയ്തുകൊണ്ട് വർണ്ണിക്കുകയാണ് ഇവിടെ. ഒന്നിനെ മറ്റൊന്നായി സങ്കല്പിക്കുക, അതാണ് ഇവിടെ പറയുന്ന ഈ തുളുമ്പും പാൽക്കുടം അരയിൽ വെച്ചു നീ എന്ന് പറയുന്നതിൻ്റെ കഥ അതാണ്. അല്ല, തുളുമ്പുന്ന പാൽക്കുടം അരയിൽ വെച്ചേക്കല്ല, തമ്പുരാട്ടിയുടെ തുളുമ്പുന്ന യൗവനത്തെയും ആ വടിവൊത്ത ശരീരത്തെ അല്ല വടിവൊത്ത അരക്കെട്ടിനെയും രൂപാലങ്കാരമായി വർണ്ണിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പം അങ്ങനെ ഇവിടെ തമ്പുരാട്ടി നടക്കുമ്പോൾ തുളുമ്പുന്ന യൗവനത്തിൻ്റെ താളവും ചലനഭംഗിയും അവളിലെ സൗന്ദര്യത്തിൻ്റെ മാദകത്വം പ്രകടമാക്കുകയല്ലേ. എന്നിട്ട് പിന്നെ പറയുന്നു, നിന്റെ
ചൊടികളിൽ കുങ്കുമം കുതിരുമ്പോൾ. നിന്റെ ചുവന്ന ചുണ്ടുകൾ പ്രണയപരാഗത്തിൽ ഉതിരുന്ന ലജ്ജയുടെ മൃദുലാളനയാൽ തുടുക്കുമ്പോൾ. എന്ത് രസമാണല്ലേ. നിത്യരോമാഞ്ചങ്ങൾ കുത്തുന്ന കുമ്പിളിൽ നിറയെ ദാഹങ്ങൾ ആയിരുന്നു. നിന്റെ പ്രണയചേതനകൾ നിറയെ ദാഹങ്ങളോടെ മെഴുതുറന്നിരിക്കുന്ന നിന്നിലേക്ക് കവി പറയുകയാണ്. ആ നിന്നിലേക്ക് എന്താണ്? ആ നിന്നിലേക്ക് ഒരു പൂണൂലായി പറ്റിക്കിടന്നുകൊണ്ട് നിന്റെ ശ്വാസഗതികളോടും വികാരത്തുടിപ്പുകളോടും ഒരു നൂലിഴ പോലെ ഇഴുകിച്ചേർന്ന് കിടക്കാൻ പ്രിയതമൻ കൊതിച്ചു പോവുകയാണ്. അഴകിൻ്റെ തമ്പുരാട്ടിയുടെ പ്രണയചേതനകൾ നിറയെ ദാഹങ്ങളോടെ മെഴുതുറന്നിരിക്കുന്ന അവളിലേക്ക് ഒരു പൂണൂലായി മാറാൻ കൊതിക്കുന്ന കാമുകൻ്റെ വികാരഭാവത്തെ മനോഹരമായി രൂപ അലങ്കാരത്തോടുകൂടി കവി വർണ്ണിച്ചിരിക്കുന്നത്. എന്ത് മനോഹരമാണല്ലേ. ഇതാണ് വയലാറിൻ്റെ പ്രണയഗീതങ്ങൾക്കെല്ലാം ശുദ്ധമായ നെയ്യിൻ്റെ ഗന്ധമാണ്. വർത്തമാനകാലത്തിലെ കാമുക ഹൃദയങ്ങൾക്ക് കാവ്യഗന്ധർവൻ്റെ പുഷ്പശരങ്ങളാൽ വിരിയുന്ന പ്രണയഗീതങ്ങൾ റഫറൻസ് കോപ്പിയായി തീരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നിവിടെ നമ്മൾ പിരിയുന്നു. ഈ കാവ്യവിരുന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായം കുറിക്കണം. ഈ ഗാനം ഒന്ന് ആലപിക്കട്ടെ. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ, നിന്നെ അരഞ്ഞാണച്ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനഘമന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ, മുങ്ങിപ്പിഴിയാത്ത ചേലയും ചുറ്റി നീ മുടിയുലമ്പിക്കൊണ്ടു നിന്നപ്പോളിന്നു മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോൾ. പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴ താമരയായിരുന്നു. കടവിൽ വന്നൊരു നുള്ളു തരാനെൻ്റെ കൈതരിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ, പുലരി പൂമുഖ മുറ്റത്ത് കാലത്ത് പുറംതിരിഞ്ഞിന്നു നീ നിന്നപ്പോൾ, നീ അരിപ്പൊടിക്കോലങ്ങൾ എഴുതുമ്പോൾ. അഗ്രഹാരത്തിലെ ആരും കൊതിക്കുന്നോ രഴകിൻ വിഗ്രഹമായിരുന്നു. അരികിൽ വന്നൊരു പൊട്ടുകുത്താൻ ഞാൻ ആഗ്രഹിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ, തുളുമ്പും പാൽക്കൂടം അറയിൽ വെച്ചു നീ തൊടിയിലെ ഗാഗിയായി വന്നപ്പോൾ, നിന്റെ ചൊടികളിൽ കുങ്കുമം കുതിരുമ്പോൾ. നിത്യരോമാഞ്ചങ്ങൾ കുത്തുന്ന കുമ്പിളിൽ നിറയെ ദാഹങ്ങളായിരുന്നു. ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു നിന്നു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന
തൈമാസതമിഴ് പെണ്ണേ നിന്റെ അരഞ്ഞാണച്ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനഘമന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസതമിഴ് പെണ്ണേ.